അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, മരിക്കുന്നതുവരെ നമ്മളോടൊപ്പം ഉണ്ടാകുന്ന ആ സുഹൃത്ത് നബിതങ്ങൾ പരിചയപ്പെടുത്തിയ ആ സുഹൃത്ത് അൽ മാലു, അതവന്റെ സമ്പാദ്യമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇവിടെ ഈ പൂക്കിപ്പറമ്പ് അല്ലെങ്കിൽ നമ്മുടെ ഈ നാട്ടിലെ ഏറ്റവും ദരിദ്രനായ പാവപ്പെട്ടവനായ ഒരു മനുഷ്യൻ, ആ മനുഷ്യന് ആകെ അവന്റെ സ്വത്തെന്ന് പറയാൻ കഴിയുന്നത് അവന് യാത്ര ചെയ്യുന്ന ഒരു ചെറിയ മോട്ടോർ സൈക്കിളാണ്. ഒരു ഉദാഹരണം, ഈ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരനെ നിങ്ങൾ എടുക്കുക, അയാൾ യാത്ര ചെയ്യുന്നത് ബെൻസിലോ BMW അതല്ലെങ്കിൽ റേഞ്ച് റോവറിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലാൻഡ് ക്രൂസറിലോ അങ്ങനെ വില കൂടിയ വാഹനങ്ങളിലാണ്. ഇത് രണ്ടും അവന്റെ കൂട്ടുകാരനാണ്. ഒരുത്ത പാവപ്പെട്ടവന്റെ കൂട്ടുകാരൻ, ഒന്ന് പണക്കാരന്റെ കൂട്ടുകാരൻ. ഇത് രണ്ടും എവിടം വരെ ഉണ്ടാവും? അവൻ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയം വരെ അവന്റെ വില കൂടിയ വാഹനം ഉണ്ടാവുകയുള്ളൂ. അവന്റെ വില കൂടിയ വാഹനം അവനുണ്ടാകുന്നത് മരണം വരെയാണ്. പാവപ്പെട്ടവന്റെ ആ മോട്ടോർ സൈക്കിൾ ബൈക്ക് ഉണ്ടാകുന്നത് മരണം വരെയാണ്. അത് കഴിഞ്ഞാൽ സഹോദരങ്ങളെ, പിന്നെ രണ്ടുപേർക്കും കരുതി വെച്ചിട്ടുള്ളത് എവിടെയാണ്? നമ്മുടെ മഹലിന്റെ രണ്ടാമത്തെ പള്ളിക്കകത്തോ അതല്ലെങ്കിൽ ഹൗലിന്റെ മുകളിലോ മദ്രസയുടെ അകത്തോ ആറുകാലുള്ള ഒരു കട്ടിൽ നമ്മൾ പൊടിയടിച്ച് വെച്ചിട്ടുണ്ട്. പണക്കാരനെയും അതിൽ തന്നെയാണ് കൊണ്ടുപോവുക, പാവപ്പെട്ടവനെയും അതിൽ തന്നെയാണ് കൊണ്ടുപോവുക. മരിക്കുന്നത് വരെ നിലനിൽക്കുന്ന കൂട്ടുകാരനാണ് സമ്പത്ത് എന്ന് പറയുന്നത്. ഇവിടെ പാവപ്പെട്ടവനെ ധരിക്കുന്ന 150 രൂപയുടെ ഷർട്ടാണ്, പണക്കാരൻ ധരിക്കുന്നത് 1500 രൂപയുടെ ഷർട്ടാണ്. രണ്ടുപേരുടെയും കൂട്ടുകാരൻ പണമായത് കൊണ്ടാണ്. പക്ഷേ മരിക്കുന്ന സമയം വരെ ഈ കൂട്ടുകാരനുള്ളൂ. രണ്ടുപേരും അങ്ങ് മരിച്ചു പോയാ രണ്ടുപേർക്കും എവിടെ നിന്നാണ് തുണി വാങ്ങുന്നത്? ഒരു കടയിൽ നിന്ന്, ഒരേ ഷെൽഫിൽ നിന്ന്, ഒരേ റോളിൽ നിന്ന് ചുറ്റിയെടുത്ത ആ 3 വെള്ള തുണി മാത്രമാണ് മരണശേഷം ഉപയോഗപ്പെടുക എന്ന് പറഞ്ഞാൽ, സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ സമ്പാദ്യമാകുന്ന ആ കൂട്ടുകാരനും മരണത്തിന്റെ സമയം വരെ മാത്രമേ നിലകൊള്ളുകയുള്ളൂ. എന്നാൽ രണ്ടാമത്തെ കൂട്ടുകാരനെ ഹബീബ് പരിചയപ്പെടുത്തുകയാണ്. ആ കാണുന്ന ഖബറിന്റെ ചാരത്ത് വരെ ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകും. മരിച്ചെന്ന് കേട്ടാൽ ഇട്ടിട്ട് പോകൂല, മരണപ്പെട്ടെന്നറിഞ്ഞാൽ ഉപേക്ഷിച്ചു പോകൂല. പിന്നെയോ പൊതിഞ്ഞെടുത്ത് 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് പരിശുദ്ധമായ പള്ളിയിൽ കൊണ്ടുവന്ന് നമസ്കാരം നിർവഹിച്ച് അതിനുശേഷം അവനെ നേരെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയി ആ പള്ളിക്കാട്ടിലേക്ക് ഇറക്കി കിടത്തിയിട്ടാണ് രണ്ടാമത്തെ കൂട്ടുകാരൻ പോകുന്നത്. അത് ആരാണെന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പരിചയപ്പെടുത്തുകയാ. അവന്റെ സന്താനങ്ങൾ ഉൾപ്പെടെയുള്ള ബന്ധുമിത്രാദികളാണ്. മരിച്ചെന്ന് കരുതിയിട്ട് ഭർത്താവിനെ ഭാര്യ തള്ളിപ്പറയൂല. ഭാര്യ മരിച്ചാൽ ഭർത്താവ് ആ സെക്കൻഡിൽ ഭാര്യയുടെ ആ മയ്യത്തിന്റെ അടുത്ത് നിന്ന് മാറിപ്പോകൂല. പൊന്നുമക്കൾ മരണപ്പെട്ടു പോയാൽ മാതാപിതാക്കൾ മാറിപ്പോകൂല. വാപ്പ മരണപ്പെട്ടു പോയാ പൊന്നുമക്കൾ ഒരിക്കലും അവിടെ നിന്ന് മാറിപ്പോകൂല. പക്ഷെ ഞാനൊന്ന് ചോദിക്കട്ടെ, ഏത് വാപ്പയാണ് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ 6 അടി മണ്ണിലേക്ക് ഇറക്കി വെച്ചു? എന്റെ പൊന്നുമോന് ജനിച്ച സമയം മുതൽ പിന്നെ എന്റെ അടുത്ത് നിന്ന് മാറിക്കിടന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഏറെ വാപ്പയാണുപ്പാ കബറിനകത്ത് മോനോടൊപ്പം കിടക്കുക? എന്റെ ഭർത്താവിന്റെ ചൂടും ചൂലുമേക്കാല ഇന്നേ വരെ ഞാൻ കിടന്നിട്ടില്ല എന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാരെ മരണപ്പെട്ടു പോയ ഏതൊരു പെണ്ണാണ് ഭർത്താവിനോടൊപ്പം കബറിനകത്തേക്ക് ഇറങ്ങി കിടക്കുകയില്ല? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ രണ്ടാമത്തെ കൂട്ടുകാരനാണ്. മരിക്കുന്ന കബറിന്റെ അടുത്തേക്ക് കൊണ്ടുവെക്കുന്ന സമയം വരെ ഉണ്ടാകുന്നത് ഖുർആൻ പരിചയപ്പെടുത്തി. അത് സന്താനങ്ങളാണ്, കുടുംബക്കാരാണ്. അത് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, മൂന്നാമതൊരു കൂട്ടുകാരനുണ്ടല്ലോ. റസൂലുള്ള പറയുകയാണ്, ജീവിച്ചിരിക്കുമ്പോഴും നിന്നോടൊപ്പം ഞാൻ ഉണ്ടാകുന്നതാണ്, മരണസമയത്ത് ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകുന്നതാണ്. നിന്റെ സമ്പത്ത് നിന്നെ ഉപേക്ഷിക്കുന്ന മരണത്തിന്റെ സമയത്ത് ഞാൻ നിന്നോടൊപ്പം വരൂ. അത് കഴിഞ്ഞ് നിന്റെ ബന്ധുക്കൾ നിന്നെ ഉപേക്ഷിക്കുന്ന ഖബറിൽ ഞാൻ വരൂ. അതിനുശേഷമുള്ള ജീവിതത്തിൽ ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകും. ആ കൂട്ടുകാരനെയും അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. അല്ലാഹു പറയുന്നു, വൽ ബാഖിയാതു സാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമലാ.
സൂറത്തുൽ കഹ്ഫല്ലേ സഹോദരങ്ങളെ, ഒരു വെള്ളിയാഴ്ച മുടങ്ങിപ്പോയാൽ അടുത്ത വെള്ളിയാഴ്ചക്ക് പുറം കലാ വീട്ടി ഓതൽ സുന്നത്തായ, ഇന്നേ വരെ മുടങ്ങാൻ നമ്മുടെ മനസ്സനുവദിക്കാത്ത വെള്ളിയാഴ്ചകളിൽ ഓതുന്ന വിശുദ്ധമായ സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു പരിചയപ്പെടുത്തുകയാണ് മൂന്നാമത്തെ കൂട്ടുകാരൻ ആരാ? മരിക്കുമ്പോ നമ്മളെ നമ്മുടെ സമ്പത്ത് ഉപേക്ഷിക്കും പോലെ മരിക്കുന്ന നേരത്ത് സൽക്കർമ്മങ്ങൾ നമ്മളെ ഉപേക്ഷിക്കുകയില്ല. നാളെ 6 അടി മണ്ണിലേക്ക് ഇറക്കി വെക്കുമ്പോ നിന്റെ കുടുംബാദികൾ നിന്നെ ഒഴിവാക്കിയിട്ട് പോകുമ്പോൾ ഈ സൽക്കർമ്മം നിന്നെ ഉപേക്ഷിച്ചിട്ട് പോകൂല. ജീവിച്ചിരിക്കുമ്പോൾ സഹോദരങ്ങളെ നമ്മളോടൊപ്പം നമ്മുടെ സൽക്കർമ്മങ്ങൾ വരുന്നതാണ്. ഗുഹയ്ക്കകത്തകപ്പെട്ടു പോയ 3 പേര് അവിടെ നിന്ന് രക്ഷപ്പെടാൻ മാർഗങ്ങളില്ലാതെ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ വിഷമിച്ച് സങ്കീർണതയിൽ നിൽക്കുമ്പോ അവർ 3 പേരും ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മങ്ങളെടുത്ത് ദുആ ചെയ്തപ്പോ അത്ഭുതകരമായി അള്ളാഹു ഗുഹയ്ക്കകത്ത് നിന്ന് രക്ഷപ്പെടുത്തി കൊടുത്തല്ലോ. സഹോദരങ്ങളെ, എന്തുകൊണ്ടാ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, സൽക്കർമ്മങ്ങൾ നിന്റെ ജീവിതത്തിൽ നിനക്ക് തണലാണ്, കൂട്ടാണ്. മരിക്കുന്ന സമയത്തോ നിന്റെ സുഹൃതങ്ങൾ നിനക്ക് കൂട്ടാണ്. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, തമൂതൂന കമാ തഈശൂൻ. നിങ്ങൾ എങ്ങനാണോ ജീവിച്ചത് അതുപോലെ തന്നെയാണ് നിങ്ങൾ മരണപ്പെടുക. ജീവിതം എങ്ങനാണോ നിന്റെ ജീവിതം കള്ളുകുടിച്ചാണോ അതേ കള്ളുകുടിയിലൂടെ നിന്റെ ജീവിതം അവസാനിക്കുന്നതാണ്. ജീവിതം നീ പെണ്ണു പിടിച്ചുകൊണ്ടാണോ മരിക്കുന്നതും അങ്ങനെ തന്നെ. നമസ്കരിച്ചുകൊണ്ടാണോ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടാണോ മരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. തമൂതൂന കമാ തഈശൂൻ. നീ എങ്ങനാണോ ജീവിക്കുന്നത് അങ്ങനെ തന്നെ മരണപ്പെടുമെന്നാണ്. അത് കഴിഞ്ഞ് മക്കൾ ഉപേക്ഷിച്ചു പോകുന്ന ഖബറിന്റെ അവസ്ഥ നിങ്ങൾക്കറിയണോ സഹോദരങ്ങളെ? ഖബറിലേക്ക് ഞാനും നിങ്ങളും എടുത്തു വെക്കപ്പെട്ടാൽ, എന്റെയും നിങ്ങളുടെ ഈ ജനാസ ബന്ധുമിത്രാദികളുടെ ഖബറിലേക്ക് വെച്ചാൽ അതിനകത്ത് മാലാകമാര് വന്ന് ചോദ്യോത്തരം നടത്തിയിട്ട് ചോദ്യവും അതിന്റെ ഉത്തരവും നമ്മൾ പറയുകയും അവർ ചോദിക്കുകയും ചെയ്താൽ പുതിയാപ്പള ഉറങ്ങും പോലെ ഉറങ്ങണേ എന്ന സുവിശേഷത്തിന്റെ വർത്തമാനം പറഞ്ഞ് ആ മാലാകമാർ അവിടെ നിന്ന് മടങ്ങിപ്പോകുമ്പോ സഹോദരങ്ങളെ, സ്വർഗത്തിന്റെ വിരിപ്പുകൾ വിരിക്കപ്പെട്ട, സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെട്ട, സ്വർഗത്തിന്റെ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാനും തിന്നാനും കുടിക്കാനും ലഭിക്കപ്പെട്ട ആ ഖബറിനകത്ത് വരുമെന്നാണ് ഒരു ചെറുപ്പക്കാരൻ. എന്റെ പെങ്ങളെ, നിന്റെ ഖബറിനകത്ത് വരുമ്പോള് എപ്പോഴാ മരിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. നിന്റെ റൂഹ് വിട പറയുന്ന സമയത്ത് നിന്റെ പ്രിയപ്പെട്ട ആളുകളെല്ലാം പൊരിഞ്ഞെടുത്ത് ഖബറിൽ വെച്ചാൽ, എന്നെ കേൾക്കുന്നവരെ, നിങ്ങളുടെ ഖബറിനകത്തൊരു ചെറുപ്പക്കാരൻ വരും. ആ ചെറുപ്പക്കാരൻ ആരുടെ ഖബറിനകത്താ വരാത്തത്? ഫതുഹുൽ ഫത്താഹിന്റെ മുമ്പിലുള്ള ഖബറിനകത്തും ആ ചെറുപ്പക്കാരൻ വന്നില്ലേ? എന്റെയും നിങ്ങളുടെയും ഖബറിനകത്തും ആ ചെറുപ്പക്കാരൻ വരില്ലേ? ലോകാവസാനം വരെ വരുന്ന മരണപ്പെടുന്ന മുഴുവൻ ആളുകളുടെയും ഖബറിന്റെ ഉള്ളിൽ ആ ചെറുപ്പക്കാരൻ വരുമെന്നാണ്. ആ ചെറുപ്പക്കാരന്റെ ശരീരത്തിന്റെ ആകൃതിയും ആകാര സൗട്ടവും എങ്ങനെയെന്നറിയോ? റസൂലുള്ള പറയുകയാണ്, ഹസനുൽ വജ്ഹി. ഇപ്പറ മുഖകാന്തിയുള്ള ചെറുപ്പക്കാരൻ ലോകത്ത് വേറെ ഇല്ല. കാണാനെന്ത് അഴകാ, കാണാനെന്ത് സൗന്ദര്യമാ. ഹസനു സിയാബ്, എത്ര നല്ല വസ്ത്രമാണ്, ശുഭവസ്ത്രധാരിയാ. മുല്ലപ്പൊട്ട് പോലെ, മുല്ലപ്പൂവ് പോലത്തെ വെള്ള വസ്ത്രമാ. കാണാനഴകുള്ള ശരീരമാ, കാണാ മനോഹരമായ വസ്ത്രമാ. വല്ലാത്ത പരിമളമാണ് മനുഷ്യനകത്തേക്ക് വരുമ്പോൾ അടിച്ചു വീശുന്നത്. അറിയണേ ചെറുപ്പക്കാരാ, സ്വർഗത്തിന്റെ പവിത്രമായ അനുഭൂതികൾ ആറാടി കിടക്കുന്നവന് സ്വർഗത്തിന്റെ ജാലകങ്ങൾ ഖബറിലേക്ക് തുറക്കപ്പെടുമ്പോ ആ സ്വർഗത്തിന്റെ പരിമളം ആ ഖബറിനകത്തേക്ക് ഒഴുകി വരികയല്ലേ? എന്നിട്ടും ആ വരുന്ന ചെറുപ്പക്കാരന്റെ മണമാസ്വദിക്കാൻ അവന്റെ മൂക്കിൽ കഴിഞ്ഞെങ്കിൽ എത്ര വലിയ മണമാണ്, ആസ്വാദ്യമാണ്, എത്ര വലിയ അനുഭൂതിയാണ്, എത്ര വലിയ പരിമളമാണ് ഈ വരുന്ന ചെറുപ്പക്കാരനുള്ളത്. ചിന്തിക്കണേ സഹോദരങ്ങളെ, ആ സുന്ദരനായ ചെറുപ്പക്കാരൻ എന്റെ ഉപ്പോ നിങ്ങളുടെ ഖബറിനകത്ത് വരേണ്ടതാണ്, എന്റെ ഖബറിനകത്ത് വരേണ്ടതാണ്. മുൻഗാമികളുടെ ഖബറിന്റെ അകപ്പളങ്ങളിൽ വന്നതാണ്. ആ ചെറുപ്പക്കാരൻ ഖബറിനകത്തേക്ക് വന്ന് ഖബറാളിയോട് പറയുമത്രേ, അബിശ്റു ബില്ലദീ യസുറുക. അല്ലാഹു നിനക്ക് തന്ന അനുഗ്രഹങ്ങൾ നീ ആസ്വദിക്കുക.
അള്ളാഹു തന്ന മുഴുവൻ അനുഭൂതികളും നീ ആറാടുക. അല്ല തന്നതല്ലേ, അല്ല തന്ന ഭക്ഷണമല്ലേ, വെള്ളമല്ലേ, സുഖ സൗകര്യങ്ങളല്ലേ, ശീതളിമയല്ലേ, ഈ സൗകര്യങ്ങൾ നീ അനുഭവിക്കുക എന്ന് പറയുമ്പോ ഇന്നേ വരെ ഇത്രത്തോളം സൗന്ദര്യമുള്ള ഒരാളിനെ കണ്ടിട്ടില്ല, ഇപ്പത്തോളം നല്ല വസ്ത്രമുള്ള ഒരാളിനെ കണ്ടിട്ടില്ല, ഇപ്പത്തോളം മണം ഇത്രയും നാളടിച്ചു വീശിയിട്ടില്ല. ആ ചെറുപ്പക്കാരനോട് ഞാനും നിങ്ങളും ചോദിക്കുകയാണ്, മൻ അന്താ, നീ ആരാണ്, നീ ആരാണ് എന്ന് ചോദിക്കുമ്പോ ആദരവായ റസൂല് പറയുകയാണ്, ആ മനുഷ്യൻ പറയുമത്രേ, അനഅമലുക സാലിഹൂ, ഞാൻ നിന്റെ സൽക്കർമ്മങ്ങളാ, ഞാൻ നിന്റെ സുഹൃതമാ. ഇവിടെ നിങ്ങളൊരു നയാ പൈസ പാവപ്പെട്ടവന് കൊടുത്താൽ, ഇവിടെ ഒരു വഖ്ത് നീ നിസ്കരിച്ചാൽ, ഇവിടെ ഒരു സ്വലാത്ത് നീ ചൊല്ലിക്കഴിഞ്ഞാൽ, ഇവിടെ ഏതെങ്കിലും ഒരു സുഹൃതം നീ നിന്റെ ജീവിതത്തിൽ ചെയ്താൽ, അതിന് അല്ലാഹു തആല സൗന്ദര്യമായി, വസ്ത്രത്തിന്റെ അഴകായി, അവന്റെ പരിമളമായി ആ വരുന്ന ചെറുപ്പക്കാരനെ വർദ്ധിപ്പിച്ചു കൊടുത്ത് അതിനെ ഒരു പ്രതീകമാക്കി നിന്റെ ഖബറിലേക്ക് കൊണ്ടുവരികയാ. ആ സമയത്ത് എന്റെയും നിങ്ങളുടെയും പ്രാർത്ഥന ഒന്ന് മാത്രമാണ്, റബ്ബി അഖിമിസ്സാ, അല്ലാഹുവേ ലോകമൊന്ന് അവസാനിച്ചെങ്കിൽ, പടച്ചവനെ ലോകമൊന്ന് അവസാനിച്ചെങ്കിൽ, എന്തിനെന്നറിയോ, ലഅല്ലി ഹത്താ അർജിഅ ഇലാ അഹ്ലി, ഞാൻ എന്റെ കുടുംബത്തോട് ഈ വിവരമൊന്ന് പറയട്ടെ, ഞാൻ എന്റെ കുടുംബാദികളോട് ഈ അനുഭവമൊന്ന് പങ്കുവെക്കട്ടെ. എന്റെ ഖബറിനകത്ത് ഞാൻ ചെയ്ത തഹജ്ജുദ് നിസ്കാരം, ഞാൻ അനുഷ്ഠിച്ച ളുഹർ നിസ്കാരം, ളുഹാ നിസ്കാരം, അസ്ർ നിസ്കാരം, ഞാൻ സുന്നത്ത് നോമ്പ് പിടിച്ചതും ഞാൻ ദാനധർമ്മങ്ങൾ ചെയ്തതല്ല, ഒരു പ്രതീകമായ എന്റെ ഖബറിനകത്ത് മനോഹരമായ ഒരു ചെറുപ്പക്കാരന്റെ കോലത്തിൽ എന്റെ ഖബറിനകത്ത് വന്നു എന്ന് ഞാൻ എന്റെ കുടുംബാദികളോട് പറയട്ടെ, എന്റെ ബന്ധുക്കളോട് പറയട്ടെ എന്ന് പറഞ്ഞ മനുഷ്യന് ഖബറിനകത്ത് കിടന്ന് ആഗ്രഹിക്കുമെന്ന. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖബറിനകത്ത് നമുക്ക് ഉപകാരപ്പെടുന്ന, മരിക്കുന്ന സമയത്തും ഉപകാരപ്പെടുന്ന, ജീവിതത്തിലും ഉപകാരപ്പെടുന്ന സൽക്കർമ്മമാണ് നമ്മൾ കൂട്ടുകൂട്ടേണ്ടത്, ആ സുഹൃതമാണ് വാരിക്കൂട്ടേണ്ടത്. അതല്ലാതെ നമ്മൾ ഓരോരുത്തരെയും മരിക്കുന്ന സമയത്ത് ഉപേക്ഷിച്ചു പോകുന്ന പണത്തിന് വേണ്ടിയിട്ട് മരിക്കല്ലേ. നമ്മളെ ഖബറിനകത്ത് വെച്ചിട്ട് മാറിപ്പോയി പിന്നെ വന്നൊരു സലാം പറയാത്ത കുടുംബത്തിനു വേണ്ടി നമ്മൾ സൽക്കർമ്മങ്ങൾ ഒഴിവാക്കി. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഖുർആനിലൂടെ അല്ലാഹ് പറഞ്ഞത്, ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്. നിങ്ങളുടെ ധനവും നിങ്ങളുടെ സമ്പാദ്യവും നിങ്ങളുടെ സന്താനങ്ങളോ അല്ലാഹുവിന്റെ സ്മരണയെ തൊട്ട് നിങ്ങളെ വ്യാപൃതരാകാതിരിക്കട്ടെ. അതാണ് ഖുർആൻ പറഞ്ഞത്, നിങ്ങളെ ഖബറിലേക്ക് കൊണ്ടുവെക്കുന്നത് വരെ ഇബാദത്തുകളെ തൊട്ട് വിസ്മൃതിയിലാക്കുന്നത് നിങ്ങളെ പെരുമ പറച്ചിലാണെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മറന്നു പോകരുത് സഹോദരങ്ങളെ. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ, ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങൾ നോക്ക്, നമ്മൾ മരിക്കുന്നത് വരെയും ഖബറിലേക്ക് കൊണ്ടുവെക്കുന്നത് വരെയും നമ്മളുടെയൊക്കെ സംസാരം ഇതാണ്, ഓരോ വസ്തുക്കളെ പറ്റിയുള്ള പെരുമ പറച്ചിൽ. അതുവഴി നഷ്ടപ്പെട്ടു പോകുന്നത് എന്താണ്? അള്ളാഹുവിന്റെ സ്മരണ, പടച്ചവനെ ഓർക്കുക, അള്ളാഹുവിന് ഇബാദത്ത്. ഇത് മറന്നു പോവാൻ. നമുക്ക് തന്ന നിഅമത്തുകളെ നമ്മൾ എടുത്തിങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ട് ആളുകളോട് അഭിമാനം കൊള്ളാൻ അല്ലേ? ഈ അനുഗ്രഹങ്ങളൊക്കെ തന്നെന്തിനാണ്? എന്തിനാണ് അള്ളാഹു തന്നത്? ഇതിനിടയിൽ അള്ളാഹു വിശാലമായി നരകത്തെ പറ്റി പറയുന്നുണ്ട്. നമുക്ക് പറയാനുള്ള സമയമില്ല. അവസാനം അള്ളാഹു പറയുന്ന ഒരായത്ത്. ഇനി നമുക്ക് വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ. എല്ലാവർക്കും ഒക്കെ തിരക്കാണ്, കാര്യങ്ങളൊക്കെ ശരിയാണ്, പരീക്ഷകളൊക്കെ നടക്കുന്നു, നേരത്തെ എത്തിച്ചേർന്നവരാണ്. എങ്കിലും അൽഹംദുലില്ലാ നമ്മുടെ ഈ സദസ്സിൽ ഇങ്ങനൊരു സംരംഭം നമ്മുടെ നാട്ടിൽ ഉണ്ടാകുമ്പോൾ നമ്മളുടെ സഹകരണമാണ്. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇവിടെ സംഘാടകർ പ്രതീക്ഷിച്ചതുപോലെ ഒരു ജനപങ്കാളിത്തം ഉണ്ടായി. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കട്ടെ ഓരോരുത്തരെയും. അവരുടെ ജീവിതത്തിൽ ഇതൊരു മുതൽക്കൂട്ടാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമുക്ക് അള്ളാഹു തന്ന നിഅമത്തുകൾ ആളുകളുടെ മുമ്പിൽ ഡിസ്പ്ലേ ചെയ്തിട്ട് എനിക്ക് അതുണ്ട് ഇതുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. പിന്നെ എന്തിനാ അള്ളാഹു തന്നത്? ശ്രദ്ധിക്കണേ, ശ്രദ്ധിച്ച് കേട്ടോളീൻ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. നാളെ ഇതൊക്കെ റബ്ബ് പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കും. ഓരോന്ന് ചോദിക്കും. ഇത് പറയുമ്പോൾ തന്ന നിഅമത്തുകൾ അള്ളാഹു ചോദിക്കുമെന്ന് പറയുമ്പോൾ നിങ്ങൾ ആരും ചിന്തിക്കണ്ട, പടച്ചോനെ ഞങ്ങൾക്ക് ചോദിക്കാൻ പറ്റിയ അത്ര ധനമൊന്നും നീ തന്നിട്ടില്ല, ഞങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ വേണ്ടി മാത്രമൊന്നും നീ തന്നിട്ടില്ല. നമുക്ക് എന്താ തന്നത് നീ? നമ്മൾ പരസ്പരം പറയാറുണ്ട്, അള്ളാഹു എന്ത് തന്നു? ജീവിതത്തിൽ ഒരു ഗതിയില്ലാത്തവനാ നമ്മൾ പറയുന്നു. അവൻ അള്ളാഹ് ഒന്നും കൊടുത്തില്ല. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം
നമുക്കറിയാം, ലോകം അടക്കി ഭരിച്ച 4 ചക്രവർത്തിമാരിൽ ഒരു ചക്രവർത്തിയാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. ഒരു ഉറക്കം പറഞ്ഞില്ലല്ലോ, ഒരു നദിക്കരയിലൂടെ നടന്നു വരികയാണ്. ആ സമയത്ത് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു മനുഷ്യനെ കണ്ടു. ആ മനുഷ്യന്റെ പ്രത്യേകത എന്തെന്നറിയോ? കണ്ണ് കുഴിഞ്ഞ്, കവിള് കുഴിഞ്ഞ്, വയറൊട്ടി, എല്ലുന്തി, ഒരു വല്ലാത്ത കോലത്തിലുള്ള ഒരു മനുഷ്യൻ, കീറി പറഞ്ഞ് മുഷിഞ്ഞ് നാറിയ വസ്ത്രം. അവനെ കണ്ടാലറിയാം ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായിട്ടുണ്ടെന്ന്. സുലൈമാൻ നബിയുടെ മുമ്പിൽ വന്ന് നിന്നിട്ട് പറഞ്ഞു, സുലൈമാൻ നബിയെ, അള്ളാഹു നിങ്ങൾക്ക് തന്ന നിഅമത്തുകൾ എത്ര വലുതാണ്. അധികാരം തന്നു, പണം തന്നു, പ്രവാചകനാക്കി, അങ്ങ് പറയുന്നിടത്ത് കാറ്റ് പോലും വരും, ജിന്നുകൾ അങ്ങയുടെ ജോലിക്കാരാണ്. ഇത്രയും വലിയ സൗഭാഗ്യം അല്ല തന്നില്ലേ? നിങ്ങൾ എന്നിലേക്ക് നോക്കി, എനിക്ക് എന്താ ഉള്ളത്? അല്ല ഒന്നും തന്നില്ല. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഏ സഹോദരാ, നിനക്ക് ഞാൻ എന്നാലൊരു പണക്കിടി തരട്ടെ, ഒരു പണക്കിടി ഞാൻ നിനക്ക് തരട്ടെ. ആ പണക്കിടി നിനക്ക് ഞാൻ എന്റെ സമ്മാനമായി തരാ. അള്ളാഹു നിനക്കൊന്നും തന്നില്ലല്ലോ, ഞാനെങ്കിലും തരണ്ടേ. അതുകൊണ്ട് ഞാൻ നിനക്കൊരു പണക്കിടി അങ്ങ് സമ്മാനം തരികയാണ്. സുലൈമാൻ നബിയെ, പെട്ടെന്ന് തരിക, പെട്ടെന്ന് തരിക. ഇന്നലെ വരെ എന്നെ ആട്ടിയോടിച്ചവരുടെ മുമ്പിൽ അഭിമാനത്തോടെ ഞാൻ നിൽക്കട്ടെ. ഇന്നലെ വരെ എന്നെ തള്ളിപ്പറഞ്ഞവന്റെ മുമ്പിൽ നെഞ്ചു വിരിച്ച് ഞാനൊന്ന് നിൽക്കട്ടെ. തരിക നബിയേ. സുലൈമാൻ നബി ആ മനുഷ്യനോട് ചോദിക്കുകയാണ്, ഏ സഹോദരാ, പടച്ചവൻ നിനക്കൊന്നും തന്നില്ലല്ലോ, നീ പരാതിയും പറഞ്ഞല്ലേ എന്റെ മുമ്പിലെത്തിയത്. നിനക്ക് ഞാൻ ആ പണക്കിടി തന്നാൽ ഞാൻ എന്റെ പടച്ചവനോട് പറയും, അല്ലാ, നിന്റെ ദാസനായ ഒരു മനുഷ്യന് നീയൊന്നും കൊടുത്തില്ലല്ലോ, നീ കൊടുക്കാത്തതിന് പകരം ഞാനൊരു പണക്കിടി കൊടുത്തല്ല. പടച്ചവനെ, നീ ഞാനൊരു പണക്കിടി ആ മനുഷ്യന് കൊടുത്തു. അതിനു പകരമായ ആ മനുഷ്യന് കാണുന്ന കണ്ണിന്റെ കാഴ്ച ശക്തി തിരിച്ചെടുക്കണം അല്ലാ. ഞാൻ എന്റെ പടച്ചവനോട് ദുആ ചെയ്യാൻ സമ്മതമാണോ? ആ മനുഷ്യൻ പറഞ്ഞു, വേണ്ട നബിയേ, വേണ്ട. കാരണം ഞാൻ ഈ പണം കൊണ്ടുപോയി ഒരു വീടുണ്ടാക്കിയിട്ട് ആ വീട് കാണാൻ എന്റെ കണ്ണുകൾക്ക് കാണാനുള്ള ശക്തിയില്ലെങ്കിൽ പിന്നെ പണം കൊണ്ടെന്ത് നേട്ടമാ? എന്നാ സുലൈമാൻ നബി പറഞ്ഞു, ചെറുപ്പക്കാരാ, എന്നാ നിന്റെ കേൾക്കാനുള്ള ശ്രവണപുടത്തിന്റെ കഴിവ് ഞാൻ എടുക്കാൻ പടച്ചവനോട് ദ്വാരക്കട്ടെ. വേണ്ട നബിയെ, പണം കൊണ്ടുപോയി ഒരു വീട് വെച്ചൊരു കല്യാണം കഴിച്ചൊരു കുറച്ച് മക്കളായി. ആ മക്കളൊന്ന് വാപ്പാ എന്ന് വിളിക്കുമ്പോ, ഉപ്പാ എന്ന് വിളിക്കുമ്പോൾ അത് കേൾക്കാനുള്ള ശ്രവണപുടമില്ലാതെ പോയാൽ പിന്നെ ആ പണം കൊണ്ടെന്ത് നേട്ടം? എനിക്ക് എന്നാൽ പോട്ടെ, സംസാരശേഷി തിരിച്ചെടുക്കാൻ ഞാൻ റബ്ബിനോടൊന്ന് പറഞ്ഞാലോ? വേണ്ട നബിയേ, വേണ്ട നബിയേ. ഈ പണവുമായിട്ട് ഞാൻ മടങ്ങി പോകുമ്പോ ഒരു കൊള്ളക്കാരൻ വഴിക്കൊള്ള നടത്തിയിട്ട് പിടിച്ചു പറിച്ചാൽ ഉറക്കെയൊന്ന് നിലവിളിക്കാനെങ്കിലും ഈ നാവില്ലെങ്കിൽ പിന്നെ ഈ പണം കൊണ്ട് എനിക്ക് എന്ത് നേടാനാ? അതുകൊണ്ട് വേണ്ട നബിയേ എന്ന് പറഞ്ഞപ്പോ സുലൈമാൻ നബി ആ മനുഷ്യനോട് ചോദിച്ച ഒരേ ഒരു ചോദ്യം ഏതെന്നറിയോ? ഇടോ, നിനക്ക് അല്ലാഹു ഒന്നും തന്നില്ലേ? തന്നു നബിയേ. കയ്യും കാലുമല്ല തന്നതാ, കണ്ണും മൂക്കുമല്ല തന്നതാണ്, വായും വയറുമല്ല തന്നതാണ്, നാവും മൂക്കുമല്ല തന്നതാണ്, എന്റെ ശരീരത്തിന്റെ ഓരോ രോമകൂപങ്ങളും അല്ലാഹു എനിക്ക് തന്നതാണ്, എന്റെ പടച്ചവൻ എനിക്ക് തന്നതാണ് നബിയേ എന്ന് പറഞ്ഞെങ്കിൽ സഹോദരങ്ങളെ, അല്ലാഹു ഒന്നും തന്നില്ല എന്ന് പറയാ എനിക്കും നിങ്ങൾക്കും കഴിയോ? കൈ ചലിപ്പിക്കുന്നതും കണ്ണിമ വെട്ടുന്നതും ചുണ്ട് ചലിപ്പിക്കുന്നതും നാവ് സംസാരിക്കുന്നതും കണ്ണുകൾ കാണുന്നതും കാതുകൾ കേൾക്കുന്നതും കൈകൾ ചലിക്കുന്നതും കാലുകൾ ചുവട് വെക്കുന്നതും നമ്മുടെ മസ്തിഷ്കം ചിന്തിക്കുന്നതും നമ്മുടെ ഹൃദയത്തിന്റെ മിടിപ്പും നമ്മുടെ കരളിന്റെ ചലനവും നമ്മുടെ രക്തത്തിന്റെ ഓരോ സമ്മർദ്ദവും ഇതെല്ലാം പടച്ചവൻ നമുക്ക് തന്നതല്ലേ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, നാളെ അല്ലാഹു നിന്നോട് ഓരോന്നിനെ പറ്റി ചോദിക്കുമെടാ. നമ്മൾ പറയുന്നു കോടികളില്ലല്ലോ ഉസ്താദേ, ബിസിനസ് സാമ്രാജ്യങ്ങളില്ലല്ലോ, ബാങ്ക് ബാലൻസുകളും ബാങ്ക് അക്കൗണ്ടുകളും ഇല്ലല്ലോ. എങ്ങനാണ് അല്ലാഹു എന്ത് നിയമത്തിനെ പറ്റിയാ ചോദിക്കുക? സഹോദരങ്ങളെ, അല്ലാഹു ആദ്യമായി ചോദിക്കുന്ന നിയമത്തുകൾ എന്തെന്നറിയോ? ആ നിയമത്തുകൾ ഇല്ലാത്തവർ ഈ പൂക്കിപ്പറമ്പിലില്ല. ആ നിയമത്തുകൾ ഇല്ലാത്തവർ ഈ അത്തിപ്പറ്റ ഉസ്താദിന്റെ നഗറിൽ ഒരുമിച്ച് കൂടിയിട്ടില്ല. എന്റെ സഹോദരങ്ങളെ, പടച്ചവൻ നാളെ ആദ്യമായി ചോദിക്കുന്നത് നിന്റെ വില കൂടിയ ശീരീകരിച്ച വാഹനമല്ല, 2 നില കെട്ടിടമല്ല, നിന്റെ ബിസിനസ് സാമ്രാജ്യങ്ങളല്ല,
കണക്കുകളല്ല, നിന്റെ ബാങ്ക് ബാലൻസുകളല്ല. അള്ളാഹു നിന്നോട് ആദ്യമായി ചോദിക്കുന്നത്, നബിതങ്ങൾ പറയുന്നു, അസ്സിഹ, ആരോഗ്യത്തെ പറ്റിയാ അള്ളാഹു ആദ്യമായി ചോദിക്കുന്നത് ആരോഗ്യമാണ് കൂട്ടരെ. അള്ളാഹു നമ്മ ആരോഗ്യമുണ്ടല്ലോ, അതിനെപ്പറ്റി നാളെ പടച്ചവന് ചോദിക്കുമെന്നാണ്. രണ്ടാമതായി അള്ളാഹു ചോദിക്കുന്ന നിഅമത്തേതെന്നറിയോ? അത് വർണ്ണക്കൂട്ടുകളും രുചിക്കൂട്ടുകളും നിറവ്യത്യാസങ്ങളുമുള്ള ഭക്ഷണ പദാർത്ഥങ്ങളല്ല. നമ്മൾ ഇഷ്ടപ്പെടുമ്പോൾ രുചിക്കായി കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളല്ല. നമ്മളോട് അള്ളാഹു ചോദിക്കുന്ന ആദ്യത്തെ നിഅമത്തുകൾ ആരോഗ്യമാണ്. അത് കഴിഞ്ഞാൽ തണുത്ത വെള്ളമാണ് അള്ളാഹു നമ്മളോട് ചോദിക്കുന്നത്. കുടിക്കാൻ പച്ചവെള്ളം തന്നില്ലേ എന്നാണ് റബ്ബ് ചോദിക്കുന്നത്. കുടിക്കാൻ പച്ചവെള്ളം കിട്ടാത്തവരെന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ആരോഗ്യമില്ലാത്തവരെങ്ങനാണ് ഈ സദസ്സിൽ എത്തിച്ചേരുന്നത്? സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് തന്ന നിഅമത്തുകൾ, ഈ പച്ചവെള്ളവും ഈ ആരോഗ്യവും നാളെ ആദ്യമായിട്ട് അള്ളാഹു ചോദിക്കുമ്പോ അതിന് മറുപടി കൊടുക്കാൻ നമുക്ക് കഴിയണ്ടേ? നമുക്ക് കഴിയണ്ടേ സഹോദരങ്ങളെ? ഈ ആയത്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ സുബൈർ റളിയല്ലാഹു അൻഹു കടന്നു വരികയാ. ആരംഭപ്പൂവായ നബിതങ്ങളുടെ മുന്നിലേക്ക് സുബൈർ റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോൾ നബിതങ്ങൾ ഓതിക്കൊണ്ടിരിക്കുന്ന സൂറത്തിന്റെ ആയത്തിന്റെ ആ അർത്ഥം മനസ്സിലാക്കിയിട്ട് സുബൈർ തങ്ങൾ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, നബിയെ, അല്ലാഹു ചോദിക്കുമെന്ന് പറയുമ്പോ ഇന്നമാഹുമൽ അസ്വദാനി അത്തംറു വൽ മാഉ, ഞങ്ങളുടെ വീടുകളിലുള്ളതിനെ പറ്റിയും അല്ലാഹു ചോദിക്കുമോ? അല്ലാഹു നമുക്ക് തന്നതിനെ പറ്റിയും നമ്മളോട് ചോദിക്കുമോ? എന്താ നമുക്ക് അല്ലാഹു തന്നത്? രണ്ട് കറുത്ത വസ്തുക്കളല്ലേ അല്ലാഹു നമുക്ക് തന്നത്? ഒന്ന് ഈത്തപ്പഴമാകുന്ന കറുപ്പ്, രണ്ട് പച്ചവെള്ളമാകുന്ന കറുപ്പ്. ഇതല്ലാതെ മറ്റൊന്നും അല്ലാഹു നമുക്ക് തന്നില്ലല്ലോ. പടച്ചവന്റെ പ്രവാചകരെ, അല്ലാഹു ഇതും നാളെ ചോദിക്കുമോ എന്ന് ആദരവായ പ്രവാചകനോട് സുബൈർ തങ്ങൾ ചോദിക്കുമ്പോൾ നബി തങ്ങൾ എന്താ പറഞ്ഞതെന്നറിയോ? അമാ അന്നഹു സയകൂ, സുബൈറേ, നാളെ പടച്ചതമ്പുരാൻ ഈ രണ്ട് കറുപ്പിനെ സംബന്ധിച്ചും അല്ലാഹു ചോദിക്കുന്നതാ. നിനക്ക് തന്ന ഈത്തപ്പഴത്തെ പറ്റിയും പച്ചവെള്ളത്തെ പറ്റിയും നാളെ അള്ളാന്റെ കോടതിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. പടച്ചവൻ നിന്നോട് ചോദിക്കുമെന്ന് അള്ളാന്റെ റസൂൽ, ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ. ആർക്കാണ് സഹോദരങ്ങളെ രക്ഷപ്പെടാൻ കഴിയുക? നമ്മളൊന്നും കിട്ടിയില്ല എന്ന് പരാതി പറയുന്നത്? അള്ളാഹു തന്ന ആരോഗ്യം, നമുക്ക് എന്താ സുഖം? ഒരസുഖവുമില്ല. രോഗത്തിന്റെ കാഠിന്യത മൂലം ഞാൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് ജില്ലയുടെ അങ്ങേയറ്റം മഞ്ചേശ്വരം ആ ഭാഗത്ത് പൊയ്യത്തുബൈൽ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് വാളിന് പോയി. കർണാടക സ്റ്റേറ്റിനോട് അടുത്ത് കിടക്കുന്ന മഞ്ചേശ്വരം കാസർഗോഡ് കഴിഞ്ഞതിന് ഒരുപാടങ്ങ് കുഗ്രാമത്തിൽ പൊയ്യത്തുബൈൽ സയ്യിദത്ത് മണവാട്ടി റഹ്മത്ത് റളിയല്ലാഹു അൻഹ മഹദിയുടെ ഉറൂസുമായി ബന്ധപ്പെട്ടുള്ള പ്രസംഗത്തിന് പോകുമ്പോൾ എന്നെ പ്രസംഗിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു സഹോദരൻ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ഉസ്താദേ, എന്നെ ഒന്ന് കണ്ടിട്ടേ പോകാവൂ, എനിക്ക് നിങ്ങളെ ഒന്ന് കാണാൻ പറ്റൂല, ഞാൻ കിടപ്പ എന്ന് പറഞ്ഞു. ഞാനങ്ങനെ പരിപാടി കഴിഞ്ഞു 1 മണിയോളമായി. വൈകിയാണ് പരിപാടി ആരംഭിച്ചത്. 10 മണി കഴിഞ്ഞു പ്രസംഗം ആരംഭിക്കുമ്പോൾ 1 മണി ഞാൻ ആ സഹോദരന്റെ വീട്ടിലെത്തിയപ്പോൾ ഒരൊറ്റ റൂമുള്ളൊരു വീട്, ഒറ്റ റൂം മാത്രമുള്ളൊരു വീട്. എയർ കണ്ടീഷനാണ്, അദ്ദേഹത്തിന് ക്യാമറ സിസ്റ്റം ഒക്കെ ഉണ്ട്, അദ്ദേഹത്തിന്റെ മുമ്പിൽ ലാപ്ടോപ്പ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. അദ്ദേഹത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു ചെറിയ വീട്, ഒറ്റ റൂമുള്ള വീട്. അദ്ദേഹം കിടക്കുകയാണ്. എന്നെ കണ്ടപ്പോൾ ഒരു വലിയൊരു തുണി ഇങ്ങനെ ഉത്തരത്തിൽ നിന്ന് കെട്ടി താഴോട്ടിട്ടിട്ടുണ്ട്. അദ്ദേഹം അതിലിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് തല പൊക്കി, എന്നിട്ട് അങ്ങനെ തന്നെ കിടന്നു. 20ാമത്തെ വയസ്സിൽ അദ്ദേഹം തെങ്ങിന്റെ മുകളിൽ നിന്ന് വീണതാണ്. അദ്ദേഹത്തിന്റെ നെഞ്ചിന് താഴോട്ട് ഒരു ചലനവും ഇല്ല. 20 വർഷമായി അദ്ദേഹം കിടപ്പില്ല. ഇപ്പൊ 40 വയസ്സുണ്ട്. 20 വർഷം അദ്ദേഹം പുറം ലോകം കണ്ടിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അദ്ദേഹത്തിന് വേണ്ടി ഒരു പ്രത്യേക റൂം, ഒരു വീട് തയ്യാറാക്കി. അതിനകത്ത് അദ്ദേഹം ലാപ്ടോപ്പ് വെച്ച് വധപ്രസംഗങ്ങൾ കേട്ട് സ്വലാത്തുകൾ ചൊല്ലി അദ്ദേഹം ഇങ്ങനെ ഇബാദത്തുകളിലായി കഴിയാൻ. എന്തൊരു ഈമാനുള്ള മുഖമാണ്. അദ്ദേഹം തൊപ്പിയൊക്കെ വെച്ച് ദാടിയൊക്കെ ഒതുക്കി വെച്ച് എത്ര സുന്ദരനായ ഒരു മനുഷ്യൻ. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ നെഞ്ചിന് താഴോട്ട് അനക്കമില്ല. പാവപ്പെട്ട ഉമ്മയാണ് ഖിദ്മത്ത് ചെയ്തു കൊടുക്കുന്നത്. അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. ബാക്കി സഹോദരങ്ങളൊക്കെ കല്യാണം കഴിച്ചു. അദ്ദേഹത്തിന് എന്ത് വിവാഹം, എന്ത് നിക്കാഹ്? അദ്ദേഹത്തിന് നെഞ്ചിന് താഴോട്ട് ചലനമില്ലാത്ത ഒരാളിനെ ഏത് പെണ്ണ് വന്നിട്ട് എൻ്റെ ഇക്കാക്ക് ഇവളാന്ന് പറയും? ആര്? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെണ്ണിനെ അങ്ങനെ ആ ഒരു ഖിദ്മത്തിന് വേണ്ടിയിട്ട് മാത്രം എടുക്കുന്നത് അത്ര ശരിയാണോ? ഒന്നുമല്ലല്ലോ
സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 20 വർഷം കൊണ്ട് ഒരേ കിടപ്പിലാണ്. അള്ളാഹു എത്ര ആരോഗ്യം തന്നു. എവിടെ നിന്നാണോ ചാടി ഓടി നമുക്ക് എല്ലാ സന്ധികളും അനക്കാം, എവിടെയും പോകാം. അള്ളാഹു തന്ന ആരോഗ്യം നാളെ റബ്ബ് ചോദിക്കില്ലേ? എന്ത് മറുപടിയാണ് നമ്മൾ കൊടുക്കുക? ഈ ചെറുപ്പക്കാർ അൽഹംദുലില്ലാ എന്നോട് പറഞ്ഞു, ഉസ്താദെ വലിയ പരിപാടികൾ നടത്തിയിട്ട് പരിചയമൊന്നുമുള്ളവരൊന്നും അല്ല ഇവർ. ഈ മാർഗത്തിൽ അൽഹംദുലില്ലാ സജീവമായി അവർ പ്രവേശിച്ചിരിക്കുകയാണ്. നാളെ ധൈര്യമായിട്ട് അവർക്ക് പറയാൻ കഴിയും, ധൈര്യമായിട്ട് പറയാൻ കഴിയും. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഞാൻ പറയാൻ സംഘാടകരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുക്കണം. വെറും നിസ്കാരവും നോമ്പും ഹജ്ജുമായിട്ട് സ്വർഗത്തിൽ പോകാമെന്ന് പറഞ്ഞാൽ വിഡ്ഢികളുടെ സ്വർഗത്തിലേ പോകുള്ളൂ, നല്ല സ്വർഗത്തിൽ നമ്മൾ പോകൂല, ഒരിക്കലും പോകൂല. എന്താ കാരണം? അള്ളാഹുവിൻ്റെ റസൂല് പറയാൻ, സ്വർഗത്തിൽ പോകാനുള്ള ആളുകളെ ഇങ്ങനെ റിളുവാൻ എന്ന മലക്ക് വരിയായി കൊണ്ടുപോകുമ്പോൾ മാലിക് എന്ന മലക്കിന്റെ നേതൃത്വത്തിൽ നരകത്തിൽ പോകാനുള്ള ആളുകളെ ഇങ്ങനെ ലൈനായിട്ട് നിർത്തിയിരിക്കും. അതിനിടയിലൂടെയാണ് സ്വർഗത്തിന്റെ ആളുകളെ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. സ്വഹീഹായ ഹദീസാണ്. അവ നരകാവകാശിയായി ലിസ്റ്റ് ചെയ്യപ്പെട്ട ആളിൽ ഒരാള് ഈ സ്വർഗാവകാശികളായി പോകുന്ന ആളിന്റെ ഒരാളുടെ കയ്യിൽ കയറി അങ്ങ് പിടിക്കും. അമ്മ തൈരിഫ്, എനിക്ക് എന്നെ അറിഞ്ഞുകൂടെന്ന് ചോദിക്കും. ആരാണ്? അപ്പൊ ഇയാൾ പറയും, സക്കാക്ക ഷർബത്തനി യോമക്കഥ, നിനക്ക് ഒരു ദിവസം ചായ വാങ്ങി തന്ന ഞാനാണ്. ഹദീസാണേ, നമ്മുടെ ഹബീബ പറഞ്ഞത്, നിനക്ക് ഒരു ദിവസം ചായ വാങ്ങി തന്നത് ഞാനാണ്. ആ മനുഷ്യൻ ഇത് കേട്ടിട്ട് അത്ഭുതപ്പെടും, തിരിച്ചറിയും, നീ എനിക്ക് ചായ വാങ്ങി തന്നല്ലോ, തിരിച്ചറിയും ആ മനുഷ്യൻ. അപ്പോ ഈ നരകാവകാശി പറയൂ അത്രേ, നീ നിന്റെ റബ്ബിനോടൊന്ന് പറയോ എന്നെ ഒന്ന് രക്ഷപ്പെടുത്താൻ. സുബ്ഹാനല്ലാഹ്, ഒരു ചായ വാങ്ങി ദുനിയാവിൽ കൊടുത്ത ഒറ്റ കാരണം കൊണ്ട് ഈ നരകാവകാശി സ്വർഗത്തിലേക്ക് കടന്നു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 2000 കൊടുത്താൽ എന്ത് സഹോദരങ്ങളെ, 2000 കൊടുത്താൽ എന്ത്? അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഇപ്പൊ ഒരുപാട് 2000 ആയിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അങ്ങനെ എന്തെന്ന് സൂചിപ്പിച്ചാൽ പറ്റൂല, 50 എണ്ണം കിട്ടിയാൽ മതിയാവൂ ഇൻഷാ അല്ലാഹ്. ഇവ പിരിക്കാനും പറ്റൂല, അത് ഇപ്പൊ നെറ്റിൽ വരും. അതൊക്കെയാണ് ലോകം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യണം. ചെറുപ്പക്കാർ ഇതിനു വേണ്ടി പരിശ്രമത്തിന് ഇറങ്ങിയ ലിവാ ഉൽ ഇസ്ലാം എന്ന ഈ അനുഗ്രഹീതമായ സംഘം, അള്ളാഹു പരിശുദ്ധമായ ലിവാ ഉൽ ഹംദിൽ ഒരുമിച്ച് കൂട്ടുന്ന യഥാർത്ഥ യുവാക്കളിൽ അള്ളാഹു അവരെയും അവരെ ഹെൽപ്പ് ചെയ്യുന്ന നിങ്ങളെയും നിങ്ങൾ കൊടുക്കുന്ന സദഖ അവരിലൂടെ എത്തപ്പെടുന്ന പാവപ്പെട്ടവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു വെക്കണം. നിഅമത്തുകൾ അള്ളാഹു തന്നത് ആരോഗ്യം വല്ലാത്തൊരു നിഅമത്താ സഹോദരങ്ങളെ. രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്, ചികിത്സിക്കാൻ കഴിയാത്ത വകയില്ലാത്ത ഒരുപാട് ആളുകൾ. അള്ളാഹു അവർക്കൊക്കെ രോഗങ്ങൾ മാറ്റി കൊടുക്കട്ടെ. അള്ള കൊടുത്താലേ മതിയാവും, നമ്മളൊന്നും കൊടുത്തെന്ന് വെച്ചിട്ട് തികയൊന്നുമില്ല. പക്ഷെ എങ്കിലും നമുക്കൊരു ബാധ്യതയില്ലേ സഹോദരങ്ങളെ? അള്ളാഹു ഭാഗ്യം തരട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, സുബൈറേ, നിന്റെ വീട്ടിലും എന്റെ വീട്ടിലുമുള്ള ഈത്തപ്പഴവും പച്ചവെള്ളവും നാളെ റബ്ബിന്റെ മുമ്പിൽ സമാധാനം പറയണം. സുബൈറേ, സഹോദരങ്ങളെ, നമുക്കെന്താണ് ഇതിന്റെ ഒരു പോംവഴി എന്നുകൂടി മനസ്സിലാക്കാം. എന്താണ് ഇതിനൊരു പരിഹാരം? കാര്യങ്ങൾ ഇത്രയും നമ്മൾ കേട്ടല്ലോ, നമ്മളോടല്ല ചോദിക്കുമെന്നറിയുമല്ലോ. എന്നാൽ നമുക്ക് എന്താണൊരു പരിഹാരം? കേൾക്കണേ, ഇനി പറയാൻ പോകുന്നതാ ഇന്നത്തെ ദിവസം മുതൽ അമൽ ചെയ്യാനാണ്. നമുക്ക് അള്ളാഹു ഒരുപാട് അനുഗ്രഹം തന്നു. ഭാര്യ, മക്കള്, സമ്പത്ത്, വാഹനം എല്ലാം അള്ളാഹു തന്നല്ലോ. ഇതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? പടച്ചോൻ എന്ത് കൊടുക്കാം? 2000 രൂപ ഒതുങ്ങൂല. നമുക്ക് എന്ത് കൊടുക്കാം? നമ്മൾ എന്ത് കൊടുത്താൽ അത് മതിയാവും? അത് ഞാൻ പറയാം. ഇന്ന് മുതൽ ചെയ്യണം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യമാണ്. കഴിയാത്തവർ ആരും ഈ സദസ്സിലില്ല, എല്ലാരെ കൊണ്ടും കഴിയും. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആദം നബിയെ പറ്റിയിട്ട് അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, അള്ളാഹുവേ, ആദം നബിക്ക് എങ്ങനെയാണ് നിന്നോട് നന്ദി പറയാൻ, നന്ദി രേഖപ്പെടുത്താൻ കഴിയുക? ആദം നബിക്ക് എങ്ങനെയാണ് നിന്നോട് ശുക്ർ ചെയ്യാൻ കഴിയുന്നത്? റബ്ബേ, ആദം നബിക്ക് അത്ര വലിയ നിഅമത്തുകൾ നീ ചെയ്തില്ലേ? വേറെ ഒരൊറ്റ പ്രവാചകന്മാർക്ക് ചെയ്യാത്ത നിഅമത്തുകൾ നീ ചെയ്തില്ലേ? ഖലഖ്തഹു ബിയദിക, നിന്റെ കൈ കൊണ്ടല്ലേ ആദം നബിയെ നീ പടച്ചതല്ലാ എന്ന് പറഞ്ഞാൽ ആദം നബിയെ പടച്ചത് എങ്ങനെയാണ്? വേറെ പ്രവാചകന്മാരെ പടച്ചതുപോലെയല്ല. പച്ചവെള്ളവും പച്ചമണ്ണും
മണ്ണും കൂട്ടിക്കലട്ടിയിട്ട് കൊട്ടിയാല് ശബ്ദം കേൾക്കുന്ന കോലത്തിൽ അള്ളാഹു പടച്ചിട്ടാണ് സഹോദരങ്ങളെ ആദം നബിയെ സൃഷ്ടിച്ചത്. അല്ലാഹുവേ ഖലഖ്തഹു ബിയദിക, നിന്റെ കരങ്ങൾ കൊണ്ട് നീ പടച്ചതല്ലേ ആദം നബിയെ. വനഫഖത ഫീഹി മിർ റൂഹിക, നിന്റെ റൂഹ് നീ ഊതിക്കൊടുത്തില്ലേ അല്ലാ, നിന്റെ ആത്മാവല്ല പടച്ചവനെ നീ ഊതിക്കൊടുത്തത്. അപ്പോഴല്ലേ കണ്ണുകൾ ചലിക്കാൻ തുടങ്ങിയത്, അപ്പോഴല്ലേ കൈകൾ ചലിക്കാൻ തുടങ്ങിയത്. അല്ലാഹുവേ നിന്റെ റൂഹിനെ നീ ഊതിക്കൊടുത്തില്ല അല്ലാ. എന്നിട്ടോ അക്കോമഡേറ്റ് ചെയ്തത് എവിടെയാണ്? വസ്കന്തഹു ജന്നതക, ഈ ആദമിനെ നീ നേരെ സ്വർഗത്തിൽ അങ്ങ് കൊണ്ടുപോയില്ല അല്ലാ. സ്വർഗത്തിലല്ലേ താമസിപ്പിച്ചതല്ല. ഇദ്രീസ് നബി സ്വർഗത്തിൽ കയറിയിട്ടുണ്ടോ? നൂഹ് നബി സ്വർഗത്തിൽ കയറിയിട്ടുണ്ടോ? ലൂത്ത് നബി സ്വർഗത്തിൽ കയറിയിട്ടുണ്ടോ? ഇബ്രാഹിം നബി സ്വർഗത്തിൽ കയറിയിട്ടുണ്ടോ? ആദം നബി ഭൂമിയിൽ വരുന്നതിന് മുമ്പ് സ്വർഗത്തിൽ കയറിയിട്ടല്ലേ വന്നത്? അല്ലാഹു പടച്ചത് ആദം നബിയെ സ്വർഗത്തിലല്ലേ? അസ്കന്തഹു ജന്നതക, ആദം നബിയെ നീ സ്വർഗത്തിലല്ലേ പടച്ചവനെ സൃഷ്ടിച്ചത്? എന്നിട്ടോ വഅമറതൽ മലായികത ബിസ്സുജൂദ്, മുഴുവനും മലായികത്തുകളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞില്ല അല്ലാ. അവരെല്ലാം ആദമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്തല്ല റബ്ബേ. ഇത്രയും നിഅമത്തുകൾ നീ ചെയ്തു കൊടുത്തപ്പോ ആദം നബിക്ക് എങ്ങനാണ് നിന്നോട് ശുക്ർ ചെയ്യാൻ കഴിയുക? എങ്ങനെ കഴിയുന്നു റബ്ബേ? എങ്ങനെ സാധിക്കുന്നു റബ്ബേ? ആ സമയത്ത് അല്ലാഹു മൂസാ നബിക്ക് കൊടുത്ത മറുപടി എന്തെന്നറിയോ? ആ മറുപടിയാണ് സഹോദരങ്ങളെ നമുക്കുള്ള പരിഹാരം. ആ മറുപടിയാണ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വലിയ പരിഹാരം കാണേണ്ടത്. അത് നമുക്കൊരു ആശ്വാസമാണ്. ആദം നബിയെ പറ്റി അല്ലാഹു മൂസ നബിയോട് പറഞ്ഞതെന്തെന്നറിയോ? ഏയ് മൂസ നബിയേ, അലിമ ആദമു അന്നദാലിക മിന്നീ, ഇതെല്ലാം എന്നിൽ നിന്നാണ് കിട്ടിയതെന്ന് ആദമിനറിയാ. ഇതെല്ലാം ഞാനാണ് ചെയ്തതെന്ന് ആദമിന് നന്നായിട്ടറിയാ. പടച്ചതെന്റെ കൈ കൊണ്ടാണെന്നറിയാ, ഊതിയതെന്റെ റൂഹാണെന്നറിയാ, താമസിപ്പിച്ചത് സ്വർഗത്തിൽ ഞാനാണെന്നറിയാ, മലായിക്കത്തുകളെ കൊണ്ട് സുജൂദ് ചെയ്യിപ്പിച്ചതും ഞാനാണെന്നറിയാ. അതുകൊണ്ട് മൂസ നബിയെ, അലിമ ആദമു അന്നദാലിക മിന്നീ, ഇതെല്ലാം എന്നിൽ നിന്നാണെന്ന് നന്നായിട്ട് മൂസ നബി ആദം നബിക്കറിയാ. അതുകൊണ്ട് തന്നെ ആദം നബി ചെയ്തതെന്തെന്നറിയോ? ഹമിദനി അലയ്യാ, ഇതെല്ലാം ഞാൻ ചെയ്തു കൊടുത്തപ്പോ ആദം നബി എനിക്ക് വേണ്ടി ചെയ്തത് അൽഹംദുലില്ലാ. ഇത് ആദം നബി പറഞ്ഞു മൂസ നബിയെ, അൽഹംദുലില്ലാ. ഇത് ആദം നബി പറഞ്ഞപ്പോ ഫകാന ശുക്റു മാ സനഅതു അലൈഹി, ഞാൻ ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദിയായി മൂസ നബിയെ. അപ്പൊ എന്ത് വേണം? അൽഹംദുലില്ലാ എപ്പോഴും പറഞ്ഞോളി. ഇതാണ് അതിന് പകരം അല്ലേ? ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ നമ്മൾ പറയും അൽഹംദുലില്ലാ. എന്തെങ്കിലും കഴിച്ചാൽ നമ്മൾ പറയും അൽഹംദുലില്ലാ.